ബഹുമാനപ്പെട്ട അനിത മേഡം, ബഹുമാനപ്പെട്ട HSST-യുടെ പ്രവർത്തകർ ഉണ്ട്, നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ KS-നെ കുറിച്ച് ഞാൻ വളരെ പെട്ടെന്നൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അനിത മേഡത്തിന്റെ സമയം നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം KS എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. വളരെ റീസെന്റായി മാത്രം ഉണ്ടായി വന്നതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു മീറ്റിംഗിലാണ്. ഒന്നാമത്തെ KS-മായി ബന്ധപ്പെട്ട് നമുക്കറിയാം, KS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ കാര്യം നമുക്കറിയാം. HSST-യെ അതിവിടെ ഇറങ്ങിയതിന്റെ സാഹചര്യം അറിയാം നമുക്ക്. അപ്പോ അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഓപ്ഷൻ, അതായത് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രത്യേകിച്ചും സീനിയർ തേർഡ് സ്ട്രീമിൽ നമുക്ക് എത്താൻ കഴിയുന്ന, ഏറ്റവും മികച്ച പോസ്റ്റിലേക്ക് എത്താൻ കഴിയുന്നവരാണ് നമ്മൾ ഹയർ സെക്കൻഡറി അധ്യാപകർ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഈ സാഹചര്യം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക, അതിനുവേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ KS-ന്റെ സമയത്ത് സംഘടനാപരമായി ഇടപെടുകയും നമ്മൾ സുപ്രീം കോടതി വരെ പോവുകയും 12 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവാക്കുകയും ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇനിയും അധ്യാപകർ KS-ലേക്ക് എത്തണം. അനിത ടീച്ചർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എക്കണോമിക്സ് അധ്യാപികയാണ്, തിരുവനന്തപുരമാണ് സ്വദേശം. മേഡത്തെ ഞാൻ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. 2 രീതിയിലാണ് പ്രോഗ്രാം. ഒന്ന്, മേഡം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മേഡത്തോട് ചോദിക്കാം. മേഡം. എല്ലാവർക്കും നമസ്കാരം. ഭവൻ സാറെ കേൾക്കാമെന്ന് തോന്നുന്നല്ലേ? കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു മീറ്റിങ്ങോ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പഴയ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഫീലിംഗ്. ടീച്ചേഴ്സ് എന്തായാലും ആരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, ഞാൻ മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ. രാവിലത്തെ തിരക്കായിരിക്കും. എന്തായാലും ആദ്യം ഞാൻ നമ്മളോടൊപ്പം ഉള്ള ബോവൻ സാറിനെ പോലെ കുറച്ച് അധ്യാപകരുണ്ട്, അവരോട് നന്ദി പറയും. KS-ന്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ എക്സാം എഴുതാൻ കഴിഞ്ഞത് തന്നെ സാറ് പറഞ്ഞ പോലെ ജയപ്രദീപ് സാറ്, ബോവൻ സാറ്, തോമസ് സാറ്, അങ്ങനെ കുറച്ച് ആൾക്കാർ വളരെയധികം കഷ്ടപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ പോയി ആ കേസ് സമയബന്ധിതമായിട്ട് തന്നെ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് ആ ഒരു ജഡ്ജ്മെന്റ് ആ സമയത്ത് വരികയും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് എഴുതാൻ സാധിക്കുകയും ചെയ്തത്. അതിൽ തീർന്നില്ല. ബോബൻ സാർ വിട്ടുപോയൊരു കാര്യമുണ്ട്. ജഡ്ജ്മെന്റ് വന്നതിന് ശേഷവും ഞാൻ പേരെടുത്ത് തന്നെ പറയും, എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുമാണ് ജയപ്രദീപ് സാറ്. സാറ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ, സാറിൻ്റെ നമ്പർ എനിക്ക് തന്നെ, ഇപ്പോൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തു. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, ഇതെങ്ങനെയാണ് ഞങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടുന്നത്? കാരണം അന്ന് 12 ദിവസം 15 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിലിംസിന്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഡ്യൂസോൺ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അവരുടെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്തിട്ടാണ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ക്ലാസ്സസ് അവർ അറേഞ്ച് ചെയ്തത്. 18 hours അങ്ങനെ പ്രിലിംസ് എഴുതിയത്. അപ്പം അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാൽ പോലും എനിക്ക് ശരിക്കും അത് നമുക്ക് നന്ദിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു അനുഭവമല്ല. ഞാനിന്ന് ഈ പോസ്റ്റിൽ ഇരിക്കുന്നെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് ഏതൊരു ആവശ്യം എപ്പോഴും സാർ പറഞ്ഞ, ഇപ്പം എനിക്ക് പിന്നെ ഒന്നും കൂടെ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ വൈകുന്നേരത്തെ ടൈം ഞാൻ പറഞ്ഞ സാറിൻ്റെ അടുത്ത് സെക്കൻഡ് തേർഡ് നിങ്ങൾക്ക് വാല്യുവേഷൻ തുടങ്ങുന്നത് കൊണ്ട് പേപ്പർ വാല്യുവേഷൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ആകെ വൈകുന്നേരത്തെ ടൈം എനിക്ക് എങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിപ്പോവും, ചിലപ്പോൾ 8 മണി 9 മണിയൊക്കെ ആയിപ്പോവും. രാവിലെ കുഴപ്പമില്ല, ബിക്കോസ് യൂഷ്വൽ ടൈമാണ് 9, എൻ്റെ യൂഷ്വൽ ടൈമാണ് 9. അപ്പം ഞാൻ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം വന്ന് എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രം.
അല്ലാതെ ഇതൊരു മോട്ടിവേഷൻ, ടീച്ചേഴ്സിനെ നമുക്ക് ആർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലുള്ള ഒരുപാട് പേര് എന്നോടൊപ്പം വർക്ക് ചെയ്തവരാണ്. അവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഒരു ഇഷ്ടം തോന്നണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നമ്മൾ ഭാഗമാകണം, അല്ലെങ്കിൽ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ഇഷ്ടമാണ്, സോ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം ആ ഒരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷനാണ് ആദ്യം വേണ്ടത്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു KS ഓഫീസറിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് വളരെ മനോഹരവും വളരെ അനുഭവപൂർണമായിട്ടുള്ള ഒരു ട്രെയിനിങ് പീരീഡാണ് നമുക്കുള്ളത്. പിന്നെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ IAS ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. IAS ഈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു UPSC ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ്. കേസ് എന്ന് പറയുമ്പം അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മാനേജർ, സെക്കൻഡ് ലെവൽ മാനേജറിയൽ പോസ്റ്റാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് കേസ് വിളിച്ചത്. ഞങ്ങൾ കേസ് അങ്ങനെ ഒരു ഗ്രേഡ് ഓഫ് ഓഫീസേഴ്സിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഒരു 29 ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലും പിന്നെ നമുക്കൊരു ലീൻ വരാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ 29 ഡിപ്പാർട്ട്മെന്റുകളിൽ മാറി മാറി സേവനം അനുഷ്ഠിക്കത്തക്ക രീതിയിലുള്ള ഓഫീസേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു കേസ്. അത് നേരത്തെയാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ മീൻസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മാത്രം, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ്, ഹെൽത്ത് സർവീസ്, അങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല, ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും ഇല്ലാത്തതിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകൾക്ക് വിധേയമല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെ നമ്മൾ ജോലി ചെയ്യാൻ കഴിവുള്ള ഓഫീസേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബോട്ടിൽ നെക്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു തീരുമാനമായിരുന്നു. രണ്ടാമത് ട്രെയിനിങ്ങിന്റെ പീരിയഡിൽ ഇതെല്ലാം കണക്കിലാക്കിയാണ്, മീൻസ് ഈ എല്ലാ ഫേസറ്റ്സും അവര് മനസ്സിലാക്കി ട്രെയിനിങ്ങിന്റെ മൊഡ്യൂൾസും എല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. ട്രെയിനിങ് സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞ് നാഷണൽ ലെവൽ ട്രെയിനിങ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം നാഷണൽ ലെവൽ ടൂറിങ് ആയിരുന്നു. പക്ഷേ അത് ഓരോ ഗ്രൂപ്പിന് 5-6 സംസ്ഥാനങ്ങൾ വെച്ചാണ് ടൂറായത്. ആ ടൂറിന് പോകുന്നത് വെറും ഒരു ടൂറ് മാത്രമല്ല, അവിടെ പോയപ്പം അവിടെയുള്ള സെക്രട്ടേറിയറ്റ് മീൻസ് അതർ സ്റ്റേറ്റിലുള്ള സെക്രട്ടേറിയറ്റ്, അവരുടെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ രീതി, ഇതെല്ലാം കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും വരെയുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളും ഇനി ഒരു സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ വിസിറ്റ് ചെയ്യാനും അവരുടെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഓഫീസുകളും പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടുത്തെ രീതികൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു തരാനുമുള്ള എല്ലാം കേരളത്തിലെ എല്ലാ ഓഫീസേഴ്സിനും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ അതേ രീതി തന്നെയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലാതെ കേരളത്തിന് സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ്. അപ്പം സ്റ്റാർട്ടിംഗ് ആണ്. ബാല്യ ശൈശവകാലത്തിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും എപ്പോഴും. അത് കുറച്ച് മാറി വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് DO തളിപ്പറമ്പായിരുന്നു, കണ്ണൂര്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി PWD ആയിരുന്നു. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ഒരു മേഖലയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻജോയ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടറാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ. അതൊരു വേൾഡ് ബാങ്ക് ഫണ്ടഡ് പ്രോജക്റ്റ് ആണ്. വളരെ എന്താ പറയുന്നത്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ജോബ് വൈസ് ഭയങ്കര ഒരു കോമ്പറ്റീഷനാണ്. മീൻസ് സമയത്തിന് എല്ലാം ചെയ്തു കൊടുക്കണം. യു ഹാവ് ടു എൻഗേജ്, എല്ലാവരും എക്സ്പേർട്സ് ആണ്. അപ്പൊ അതൊരു വേറിട്ടൊരു അനുഭവമാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കഴിയും. കാര്യം നമ്മള് പിന്നെ ഒരുപാട് പേര്, സമൂഹത്തിലുള്ള ഒരുപാട് പേര് ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്നവരാണ്. അപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിലും കുട്ടികളെ ആണെങ്കിലും രക്ഷകർത്താക്കളെ ആണെങ്കിലും
PT ആണെങ്കിലും SMC ആണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും പഞ്ചായത്തിലെ LSDT ബോഡീസ് ഏതാണെങ്കിലും നമ്മൾ ഇവരെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ പഠിച്ച് നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഓഫീസിൽ പോയാലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ അത് ഹാൻഡിൽ ചെയ്യും. ബട്ട് ആദ്യമേ ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരു ഔട്ട്ലുക്ക് അല്ലായിരുന്നു ഫ്രം ദ ബിഗിനിങ്. പക്ഷെ ഇപ്പം അത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് മാറി. മീൻസ് ആ ഒരു ചോദ്യം ഇങ്ങനെ വരും. അതുകൊണ്ട് കേസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് നമ്മൾക്ക് ആദ്യം കേസ് ഓഫീസർ ആവണം, ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് വരുമെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരുപാട് ഉപാധികളും സപ്പോർട്ട് സിസ്റ്റവും ഗവൺമെന്റിന് തന്നെ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമേ തോന്നുള്ളൂ. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ, എക്സാമിന് നിങ്ങളെല്ലാവരും എന്തായാലും എനിക്ക് തോന്നുന്നു ഡേറ്റ് April 9th ആയിരുന്നു, ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓക്കെ, അപ്പം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ തന്നിരിക്കുന്ന സിലബസ് ആണ് നമ്മുടെ ബൈബിൾ. വേറെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പം എന്താണോ ആ സിലബസിൽ തന്നിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പം ബാബു സാറ് എക്സാമിന്റെ ആ മോഡൽ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അതുകൂടെ പറയണം, അത് പറയാനാണ് പ്രധാനം. ഓക്കെ, അപ്പം എക്സാമിന് 3 സെറ്റായിട്ടാണ്, 3 കാറ്റഗറിയാണ്: പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇന്റർവ്യൂ. അപ്പം സിവിൽ സർവീസ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചേർത്തിട്ടാണ് പറയുന്നത്. അതൊരു ഫസ്റ്റ് ഒരു അനുഭവമാണ്, പക്ഷെ അതൊരിക്കലും നമ്മൾ ലൈറ്റായിട്ട് കാണാൻ പാടില്ല. പിന്നെ ഒരു മത്സര ബുദ്ധിയോടെ ഒരിക്കലും നമ്മൾ പ്രിലിംസ് എഴുതാൻ പോകാൻ പാടില്ല. പ്രിലിംസ് ഈസ് എലിമിനേഷൻ റൗണ്ട്. നമ്മൾ അതിൽ കൊണ്ടുപോയി, നമുക്ക് ടീച്ചേഴ്സാണ്, നമുക്ക് കറക്റ്റായിട്ട് ഇവാലുവേഷൻ മെത്തേഡ് മനസ്സിലാവും. ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മുടെ ലിസ്റ്റിനകത്ത് വരും. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിന്റെ അകത്ത് ഉൾപ്പെടുക, പ്രിലിമിനറി ലിസ്റ്റിനകത്ത് ഉൾപ്പെടുക എന്നുള്ളതാണ്. പ്രിലിംസിനകത്ത് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതല്ല. പ്രിലിംസിനകത്ത് നമ്മൾ കട്ട് ഓഫിനകത്ത് വന്നാൽ മതി. കട്ട് ഓഫ് ജസ്റ്റ് അത് മറികടന്നാലും നമ്മൾ ലിസ്റ്റിനകത്ത് വരും. പക്ഷെ നമ്മൾ ഒരുപാട് ആൻസർ ചെയ്തിട്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ട് വരുന്നതിൽ അതൊരു അർത്ഥവുമില്ല. സോ പ്രിലിംസിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ശരിക്കും ഒരു എലിമിനേഷൻ ആണ്. അത് വളരെ നമ്മൾ ടാക്ടിക്കലായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ചോദ്യങ്ങളും അങ്ങനെയായിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് പറയും, വെൻ യു ആർ റൈറ്റിംഗ് ദി എക്സാമിനേഷൻ, നിങ്ങൾക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ പറഞ്ഞു തരും, ആദ്യം 100% നമുക്ക് കിട്ടും എന്നുള്ളത് വെച്ചാൽ നമുക്കറിയാം 100% അത് ശരിയാണ് എന്നുള്ളത്. ഒരു റൗണ്ട് ഓഫ് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഏതാണ്ട് അറൗണ്ട് ആവറേജ് യൂഷ്വലി ഒരു 20-25 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഒരു ആവറേജ്, ഞാൻ എൻ്റെ ലെവലിൽ നിന്നാണ് പറയുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോയിരുന്നവർക്ക് അതിൻ്റെതായ ലെവൽ ഒരു 40-45 ഒക്കെ കിട്ടും. രണ്ടാമത്തെ ഒരു സെക്കൻഡ് ലെവൽ സ്ക്രീനിങ് നമ്മൾ നടത്തുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ആൻസേഴ്സ് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഫ് യു ഹാവ് കവേർഡ് ഒരു 55-60 ഒക്കെ എത്തിക്കഴിഞ്ഞെങ്കിൽ പിന്നെ അതിനകത്തോട്ട് വെറുതെ നമ്മൾ ചെയ്ത് നെഗറ്റീവ് മാർക്കിംഗ് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് വിത്ത് ഓൾ ദി 100 ആൻസേഴ്സ്, ശരി, ഗുഡ് ആൻഡ് ഫൈൻ, യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അല്ല, നമുക്ക് ലിസ്റ്റിനകത്ത് കടന്നു പോകണം, പിന്നെ ആ കട്ട് ഓഫ് മാർക്കിന്റെ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് മാർക്കിന് തൊട്ടു മുകളിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം അവര് ചോദ്യം ഇട്ടിരിക്കുന്നതേ അതിനാണ്, എലിമിനേറ്റ് ചെയ്യാനാണ്. അതിൽ പെടാതെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നത്, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് അത് എപ്പോഴും മനസ്സിലാക്കണം. പിന്നെ ചോദ്യപേപ്പർ എടുക്കുമ്പോൾ ABCD എന്നുള്ള ഒരു സീരീസ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ചോദ്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം റീസണിങ് അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് നോക്കാൻ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ മനസ്സ് പറയുന്നത് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ബിക്കോസ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ അവസാനം നോക്കുക എന്നുള്ളത്. ബിക്കോസ് ടൈം ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ ആ ഹാളിനകത്ത് വാച്ചില്ല, ക്ലോക്ക് ഇല്ല, ടീച്ചേഴ്സ് അങ്ങനെ പെട്ടെന്നൊന്നും സമയം പറഞ്ഞു തരുന്നവരുമല്ല. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് എന്റർടൈൻഡ്. നമ്മളടുത്ത് 1 മണിക്കൂറത്തെ എക്സാമിന് 2 മണിക്കൂറത്തെ എക്സാമിന് നമ്മൾ ഹാളിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ടൈം നമ്മൾ മനസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ്. അഡ്മിനിസ്ട്രേഷനിൽ യു ഹാവ് ടു മാനേജ് എവറിഥിങ്. നമ്മൾ എന്ത് കിട്ടിയാലും അതിനകത്ത് നമ്മൾ മാനേജ് ചെയ്തിരിക്കണം.
അതുകൊണ്ട് അത് ആദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം. നെക്സ്റ്റ് പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ എക്സാമാണ്. മെയിൻ എക്സാമിന്റെ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുന്ന പോലെ തന്നെ എഴുതി പഠിക്കുക. യു റൈറ്റ് വട്ട് എവർ യു ആർ ലേണിംഗ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനം. പിന്നെ മെയിൻസ് എക്സാമിന്റെ മാർക്കാണ് നമ്മളുടെ റാങ്കിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ റാങ്കിങ് ഫാക്ടർ, നമ്മൾ ഏത് റാങ്കിൽ വരുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻസ് ആണ്. ആ മെയിൻസിന്റെ ആൻസർ പേപ്പറിന്റെ ഒരു പ്രത്യേകത 3 മാർക്കിന്റെ 5 മാർക്കിന്റെയും ചോദ്യങ്ങളായിരുന്നു ഞാൻ അപ്പിയർ ചെയ്തിരുന്നപ്പോൾ. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല 3 മാർക്കിന് എത്ര സ്പേസ് ഉണ്ട്, 5 മാർക്കിന് എത്ര സ്പേസ് ഉണ്ടെന്ന്. ബിക്കോസ് നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ആ 3 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര സ്പേസ് തന്നിട്ടുണ്ട്, ചോദ്യം കണ്ട ഉടനെ വായിച്ച ഉടനെ നമ്മൾ അത്ര ആദ്യം ഉറപ്പുവരുത്തണം എത്ര സ്ഥലത്താണ് നമുക്ക് ആൻസർ തരാനുള്ള എഴുതാനുള്ള അവസരം തന്നിട്ട്. ചിലപ്പം 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും 4-5 ലൈനേ കാണുള്ളൂ. ലൈൻ മീൻസ് ആ റൂൾഡ് പേപ്പറിനകത്ത് ആ റൂൾഡിങ്ങിന് അപ്പുറത്തോ ഇപ്പുറത്തോ താഴെയോ മുകളിലോ ഒന്നും എഴുതാൻ പാടില്ല. യു ഹാവ് ടു കൺസ്ട്രെയിൻഡ് ടു ദാറ്റ് പാർട്ട് ഓൺലി. അതെപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. നമുക്ക് തോന്നിയ പോലെ അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ ഒരു ഇത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് മീൻസ് അതിനകത്ത് അവർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 5 മാർക്കിന്റെ 6 ലൈനകത്ത് എന്ത് എഴുതാനും വയ്ക്കും. സോ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ എഴുതാനായിരിക്കും. പക്ഷെ മലയാളത്തിൽ നിങ്ങൾ അത്രയും നന്നായിട്ട് മലയാളം അറിയുന്നവരാണെങ്കിൽ ഗോ ഫോർ ദി ഒഫീഷ്യൽ വേർഷൻ ഓഫ് മലയാളം. അപ്പൊ ആ കൃത്യമായിട്ടുള്ള വാക്ക് എന്താണോ ആ വാക്കുകൾ എഴുതുക. പിന്നെ ഡിസ്റ്റിങ്വിഷ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഒരു മടിയും വിചാരിക്കേണ്ട. എസ്സേ പോലെ എഴുതേണ്ട ഒരു ആവശ്യവും ഇല്ല. നടുക്കൊരു വര വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അതിന്റെ ഡിഫറൻസ് എഴുതി കൊടുക്കുക. ഞാൻ ഇതൊക്കെ ചെയ്തതാണ്. ബിക്കോസ് സേവിങ് ഓഫ് സ്പേസ് ആൻഡ് റൈറ്റിംഗ് ഓഫ് പോയിന്റ് ആണ് ഏറ്റവും അവിടെ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ഒരു മാനേജ്മെന്റ് രീതിയാണ്. കാരണം അവർക്ക് കിട്ടുന്ന കീ നമുക്കറിയാലോ, നമുക്കൊരു ആൻസർ കീ കിട്ടും. അതുപോലെ അവിടുത്തെ മീൻസ് ആൻസർ നോക്കുന്ന എക്സാമിനേഴ്സിന് ഒരു ആൻസർ കീ കിട്ടും. ഇറ്റ് വിൽ ബി വെരി വെരി കോമ്പറ്റേറ്റീവ്. അപ്പം എല്ലാവരും എഴുതുന്ന ഒരു ആൻസർ എഴുതുന്നതിനെക്കാട്ടിലും ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് കാണുന്നതാണ്, ആൻസർ സ്ക്രിപ്റ്റ്സ് കാണുന്നതാണ്. അപ്പം നമുക്ക് തന്നെ ഒരു മനസ്സിലുണ്ട് എങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിനാണ് നമുക്ക് മാർക്ക് കൊടുക്കാൻ താല്പര്യം വരിക. വളരെ മെത്തഡോളജിക്കലായിട്ട് വളരെ നീറ്റായിട്ട് എഴുതുക. പിന്നെ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് തന്നെ ആ റിട്ടൺ ആൻസറിനെ നമ്മൾ അപ്പിയർ ചെയ്യണം. മീൻസ് എല്ലാ പോയിന്റും അതിനകത്ത് കാണുകയും വേണം, എന്ന ആവശ്യമില്ലാത്ത നമ്മൾ സ്പേസ് കളയുകയും ചെയ്യരുത്. 5 മാർക്സിന് നമുക്കറിയാം എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും ഒരു കൺക്ലൂഷൻ പാർട്ടും കാണും. അതിനുള്ള സ്പേസ് മിക്കവാറും കാണാൻ വഴിയില്ല. ചില ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾക്ക് മാത്രം കാണും. സോ അതിലെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മുടെ മനസ്സിൽ അത്രയും നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് അത് എഴുതേണ്ടി വരും. ബാക്കി അതിന്റെ എപ്പോഴും നമ്മൾ ഓർക്കണം, എസ്സേ പോലെ എഴുതാതെ ഓൾവേസ് ഗോ ഫോർ ദി ഒബ്ജക്റ്റീവ് ബുള്ളറ്റ് പോയിന്റ്സ്. 1, 2, 3 ക്രിട്ടിക്കൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോസ്റ്റ്ലി ഹിസ്റ്റോറിക്കൽ പാർട്ട് വിൽ ബി ആസ്ഡ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. സോ നമ്മളിങ്ങനെ വിശാലമായിട്ട് അനാലിസിസ് ചെയ്യാതെ ആ കീ വേർഡ്സ് അതിനകത്ത് യൂസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം, യൂസ് ചെയ്യുന്ന പെൻ വെച്ച് തന്നെ ചെയ്യാം. ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൻ ഇൻ ദ ഫസ്റ്റ് പേജ് ഇറ്റ്സെൽഫ്. ആ പരീക്ഷയ്ക്കും ഇതേപോലെയാണ്. വാച്ചില്ല, ക്ലോക്കില്ല, ഇൻവിജിലേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അവര് വളരെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ സമയം പറഞ്ഞു തന്നാലായി. ബിക്കോസ് യു ഹാവ് ടു മാനേജ് ദ ടൈം വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. അതും അവിടെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് ചിന്തിക്കാനും സമയമില്ല. സോ ബിഫോർ ദി എക്സാം യു ഹാവ് ടു ബി പ്രിപ്പയർഡ് വിത്ത് എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദി എക്സാം. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിട്ടൺ എക്സാം നടത്തും ഈ മെയിൻസിന്റെ തൊട്ട് മുമ്പായിട്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, ആ എക്സാം നമ്മുടെ പേപ്പർ അവർ കറക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്കുള്ള ഫീഡ്ബാക്ക്, ആ ഫീഡ്ബാക്ക് നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. എന്നാലേ നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ആ ഗ്രൂപ്പിലിരുന്ന് നമ്മൾ ആ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നാച്ചുറലി a lot of points will come. അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകതയാണ് ടീച്ചേഴ്സിന്റെ, നമ്മൾ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യും. അതിന് ഇന്റർവ്യൂ പാർട്ടിൽ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യം പ്രതീക്ഷിക്കാം. ഇംഗ്ലീഷിൽ ചോദിക്കുമ്പം സാമാന്യം നമ്മൾ ഇന്റർവ്യൂസിന് ചെയ്യുന്ന പോലെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയണം. ബിക്കോസ് ഇന്റർവ്യൂവിന് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ആൾക്ക് മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയണം. ഓക്കെ,
മലയാളത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പിന്നെ ഏതൊരു ആൻസർ നമ്മൾ ഇന്റർവ്യൂവിന് കൊടുക്കുമ്പോൾ അത് ബേസ് മുതലേ പോകണം. അത് മെയിൻസിന് ആൻസർ എഴുതുന്ന പോലെയാണ്. നമ്മൾ ഏറ്റവും അതിന്റെ ഫൗണ്ടേഷൻ മുതൽ പറയുമ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന ഹൂവർ ഈസ് ടേക്കിംഗ് ദ ഇന്റർവ്യൂ അവർക്ക് മനസ്സിലാവും യാ വി ആർ വെൽ പ്രിപ്പയർഡ്. അപ്പൊ തന്നെ ഒരു 4-5 പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്. പിന്നെ ഒരാളുടെ 4-5 ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇന്റർവ്യൂവിന് അങ്ങനെ പിന്നെ എന്താണ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. അവർ എന്ത് കാര്യവും അവർ ചോദിക്കും. സോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് നമ്മൾ അതിനൊരു ഡിഫെൻസീവ് മോഡിലേക്ക് ഒരിക്കലും പോകരുത്. അവർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നത് ദേ ആർ വെരി വെരി കേപ്പബിൾ ഓഫ് ദാറ്റ്. പിന്നെ തൊട്ട് അടുത്തൊരു സൈക്കോളജിക്കലി നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ കാണും. വെരി ദേ വിൽ ബി മോസ്റ്റ്ലി വെരി പ്രോമിനന്റ് പേഴ്സൺസ്. അപ്പൊ അവർ നമ്മളെ നോക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ ഡിഫെൻസീവില് പോവും ഒഫെൻസീവില് പോവും എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോവാം. നമ്മുടെ മുഖത്തോ നമ്മളുടെ ബോഡി ലാംഗ്വേജിലോ ഒരിക്കലും ഒരു ടെൻഷനോ സ്ട്രെയിനോ പാടില്ല. എത്രയാണെങ്കിലും മാക്സിമം ഇന്റർവ്യൂ പോയ 20 മിനിറ്റ്സ്. എൻ്റെ ഇത് 20 മിനിറ്റ്സ് ആയിരുന്നു. ഒരു നിമിഷം പോലും ആ ഒരു സ്ട്രെയിൻ നമ്മുടെ മുഖത്ത് വരാൻ പാടില്ല. ചിരിച്ചുകൊണ്ടിരിക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ അറിയില്ല, ഇതിനെപ്പറ്റി എനിക്കറിയില്ല എന്ന് പറയുക. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് കാണും. അവർ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ്, വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും അവർ ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അതിനാണ് ചോദിക്കുന്നത്. അവർ നമ്മളെ അവരുടെ ആ ഒരു അസസിങ് ടൂൾ, നമ്മൾ ബി.എഡിനൊക്കെ പഠിച്ച ആ സൈക്കോളജിക്കൽ ടൂൾ വെച്ച് നമ്മൾ അസസ് ചെയ്യണം. ദർ ഇസ് നത്തിങ് പേഴ്സണൽ. അപ്പൊ നമ്മൾ അതിനെ അസസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. നമ്മൾ കുട്ടികളെ പിന്നെ ഇന്റർവ്യൂ നടത്തുകയും അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ. നമുക്കറിയാം ആ സൈക്കോളജിക്കൽ മെത്തേഡ് അപ്രോച്ച് എന്താണെന്ന്. അപ്പൊ നമ്മൾ അത് അതേ രീതിയിൽ തന്നെ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണെന്ന്. അല്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നെങ്കിൽ വിചാരിച്ചോണം അതിന് വേറൊരു തലമുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറയാം. അവരതാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആലോചിച്ചിട്ട് ഉത്തരം പറയുക. യു ഹാവ് ടു തിങ്ക് എ മിനിറ്റ്. ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണ്. യു ക്യാൻ സിറ്റ് ദർ. പിന്നെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. യുവർ സിറ്റിംഗ് പൊസിഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത്ര നമ്മളൊരു ഇന്റർവ്യൂവിന്റെ ആ കസേരയിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും. എന്നാലും വി ഗിവ് ദൻ അപ്പിയറൻസ് ദാറ്റ് വി ആർ കോൺഫിഡൻറ്റ്, വി ആർ കംഫർട്ടബിൾ. അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കും, വെള്ളം തരും, ഒക്കെ ചെയ്യും. പിന്നെ AC റൂമാണ്, വിയർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ വിയർക്കും. അതൊക്കെ ഉള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ. ബട്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇതേപോലെ തന്നെ ഇന്റർവ്യൂ സെഷൻസ് ഒരുപാട് നടത്തും. മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നടത്തും. നമ്മളവിടെ എല്ലാം പോയിരിക്കണം. പിന്നെ അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ അവരിങ്ങനെ നമുക്കൊരു ഫീഡ്ബാക്ക്, നമ്മൾ എന്താ നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ്, നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്താണ്. You have to keep smiling, yes or no, whatever it is. Be very frank അവരോട്. അപ്പം നമ്മുടെ മെയിൻസും പ്രിലിംസ്, നമ്മുടെ മെയിൻസും ഇന്റർവ്യൂവിന് മുമ്പ് എന്താണെങ്കിലും നമുക്ക് മാക്സിമം ഒരു കവറേജ് നമ്മൾ തന്നെ കൊടുക്കുക, കണ്ടെത്തുക ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന് പിന്നെ മെയിൻസിന് റിട്ടേൺ എക്സാമിന്റെ ഒരു മോഡൽ അവർ നമ്മൾ സംബന്ധിക്കും. പേയ്മെന്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിങ് ഇസ് ദ ബെസ്റ്റ് പോളിസി. അതുപോലെ ഇന്റർവ്യൂവിന് പോവുക. മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ മോക്ക് ഇന്റർവ്യൂ നടത്തുന്നതെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ ഒരുപാട് PSCയുടെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ പഴയ ഇരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ UPSCയുടെ ബോർഡിൽ ഇരുന്നവരായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ യു ഫൈൻഡ് ഔട്ട് എ മെന്റർ. എനിക്കുണ്ടായിരുന്നു, എനിക്ക് 3 മെന്റർ ഉണ്ടായിരുന്നു. വെരി ഹാപ്പി. എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ സാറ് തന്നെ, രാജീവ് സാർ, എക്കണോമിക്സിലെ രാജീവ് സാർ ഒരു മെന്ററായിരുന്നു. പിന്നെ കാർത്തികൻ സാർ ഒരു മെന്ററായിരുന്നു. പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാർ മെയിൻ മെന്ററായിരുന്നു. ഹി വാസ് എ വെരി നൈസ് മെന്റർ. എപ്പോഴും സാർ അവൈലബിളും ആയിരുന്നു. സാറ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പെർസ്പെക്റ്റീവ്സ് നമ്മളെ നേരിട്ട് കണ്ട് സാർ നല്ല രീതിയിൽ തന്നെ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ്
ഇന്റർവ്യൂവിന് 50 മാർക്കിൽ നമുക്ക് മാർക്ക് ഒന്നാമത് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന്റെ നമ്മൾ കേസൊക്കെ കൊടുത്ത് പോയത് കൊണ്ട് ദാറ്റ് വാസ് ദെയർ ഇൻ ദെയർ മൈൻഡ് ഓൾസോ. അപ്പൊ ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവരെനിക്ക് തന്നെ, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ നമ്മുടെ സ്ട്രെങ്തിൽ തന്നെ പോയി ആ ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യണം. ഇന്റർവ്യൂ ബോർഡ് വിച്ച് ഇസ് സിറ്റിംഗ് വിത്ത് ആൻ ഇമേജ്. നമ്മൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആണ്, ഇങ്ങനെ പോയിട്ട് വന്നവരാണ്, വാട്ട് എവർ ഇസ് ദ പിക്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ട് വളരെ കാര്യമായിട്ട് നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് അതൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വരും. അതുകൊണ്ട് ഇഫ് യു ക്യാൻ ഹാവ് പേഴ്സണൽ മെന്റർ, നല്ല ഇന്റർവ്യൂ ഒക്കെ നടത്തി പരിചയമുള്ള ആരെങ്കിലും കിട്ടുമെങ്കിൽ, ബോബൻ സർ അങ്ങനെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് ആരെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ. ബിക്കോസ് ഇന്റർവ്യൂവിന്റെ 35 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ ഞാൻ ഇനി അങ്ങോട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മാഡം, എന്റെ പേര് ദിവ്യ എന്നാണ്. മാഡം, പ്രിലിമിനറിക്ക് കോച്ചിങ് ഉണ്ടായിരുന്നോ? അതെ, പ്രിലിമിനറിക്കും മെയിൻസിനും ഞാനന്ന് എഡ്യൂസോണ്ടാണ് കോച്ചിങ് ചെയ്തത്. അവരുടെ കോച്ചിങ്ങിലായിരുന്നു. അപ്പൊ അത് വർക്കിംഗ് ടൈമിൽ എങ്ങനെ അത് ഇതാക്കിയ, ഓൺലൈൻ ആയിട്ടായിരുന്നോ? എങ്ങനെ? എല്ലാ ക്ലാസ്സസും നമ്മുടെ കോവിഡ് ടൈമും ഒക്കെ അല്ലായിരുന്നു. അപ്പം ഫുള്ളി ഓൺലൈൻ ക്ലാസ് രാവിലെയും വൈകുന്നേരവും ആയിരുന്നു, രാത്രി നൈറ്റ് ടൈം. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഈ റെക്കോർഡഡ് ക്ലാസ്സസ് എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയം ഒഴിച്ച് വെനെവർ ഐ വാസ് ഫ്രീ ഞാനതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, ആ സബ്ജക്റ്റ് എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും. എന്ന് മാത്രമല്ല, സ്റ്റാഫ് റൂമില്ല. ഞാൻ അനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അപ്പോൾ വർക്ക് ചെയ്തിരുന്നത്. എന്നോടൊപ്പമുള്ള അധ്യാപകർ, പൊളിറ്റിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ഇംഗ്ലീഷ്, സയൻസ് ടീച്ചേഴ്സ്, മലയാളം, ഇവരെല്ലാവരും ഇത് എന്റെ സംശയങ്ങൾ അപ്പൊ തന്നെ എനിക്ക് ചോദിക്കാൻ ഒരു വേദി ഉണ്ടായിരുന്നു. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സസ് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാഡം, എത്ര സമയം കിട്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്? എത്ര മന്ത്സ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ ബോബൻ സാറേ, പറഞ്ഞ അധികമായി പോലെ. അത് കഴിഞ്ഞ വർഷത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ടീച്ചറെ, ആ അവസ്ഥയേക്കാൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം 3 ഇരട്ടി സമയമുണ്ട്. ഇല്ല അനിത ടീച്ചർ? അനിത ടീച്ചറൊക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിലാണ് നമ്മൾ സംശയം എഴുതാൻ പറ്റുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഒരു വശത്ത് എഴുതാൻ പറ്റത്തില്ല എന്നും ഒരു വശത്ത് എഴുതാൻ പറ്റുമെന്നും, എന്നാൽ എഴുതാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ടീച്ചർ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി 1 വർഷമുണ്ട് ഈ ഇന്റർവ്യൂ വരെ എത്താൻ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ടീച്ചറെ ഞാൻ പറയാം, ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്, എഡ്യൂസോണിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് വളരെ നല്ലതായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് എൻ്റെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് എൻ്റെ കൊളീഗ്സിന്റെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടിയ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പിന്നെ ബോബൻ സാറിന്, ജയപ്രദീപ് സാറും തോമസ് സാറും ഇവരെയൊക്കെയാണ് എനിക്ക് എപ്പോഴും എന്ന് വെച്ചാൽ അവരുടെ ഒരു സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. മീൻസ് ദേ ഓൾവേസ് എക്സ്പെക്ടഡ് ദാറ്റ് ഐ ക്യാൻ ഡു സംതിങ്. അല്ലാതെ എൻ്റെ ഒരു മോട്ടിവേഷൻ അവരിങ്ങനെ ടീച്ചറെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം. ബിക്കോസ് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലുള്ള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, ഇവരെല്ലാം ഇത്രയും ചെയ്ത് തന്നത് കൊണ്ട് ഉള്ള കാര്യം പറയാൻ ടീച്ചറെ, ആദ്യത്തെ ഒരു പ്രിലിംസിന്റെ സമയം ഒരു 2 ആഴ്ച എന്തുവാണ് കിട്ടിയത്. പിന്നെ പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് മെയിൻസ് എന്ന് പറയുന്നത് അറൌണ്ട് 1 വീക്ക് അത്രയല്ലേ ഉണ്ടായിരുന്നു സാറേ, ബോബൻ സാറേ? അത്രയും ഉണ്ടായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഇന്റൻസീവ്ലി ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ് ഇത്രയും ദിവസം കിട്ടുക എന്നുള്ളത്. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിൾ റെഡിയാക്കി പ്രിപ്പയർ എഴുതി പഠിച്ച് നിങ്ങൾക്ക് വളരെ ലാവിഷായിട്ട്, എനിക്ക് തോന്നുന്നു 10 പോസ്റ്റ് സ്ട്രീം 3-ൽ 10 പോസ്റ്റ് സ്ട്രീം 2-ൽ അപ്പൊ സ്ട്രീം 1-ൽ എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പോലും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനാണ് ഏറ്റവും നല്ല ഒരു അവസരമുള്ളത്. നമ്മുടെ സ്റ്റാഫ് റൂം തന്നെ ഒരു എൻസൈക്ലോപീഡിയാണ്, വാക്കിംഗ് എൻസൈക്ലോപീഡിയ. അതിന് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.
മിസ് ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു മാഡം HSST-ല്? എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആയിരുന്നു. അതേപോലെ ഈ ഗ്രൂപ്പിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്റെ കൂടെ കുറച്ച് പേരുണ്ട്. ലിജിൻ സാർ ഉണ്ടായിരുന്നു ഫോർ പൊളിറ്റിക്സ്, സാറ് മെയിൻസിനും എല്ലാത്തിനും ഞങ്ങൾ ഒന്നിച്ചാണ് ട്രെയിനിങ്ങിന് ജോയിൻ മീൻസ് ക്ലാസ്സസ് ജോയിൻ ചെയ്തിരുന്നെങ്കിലും ഹീസ് ആക്ച്വലി എ ജെം. ലിജിൻ സാർ ഉണ്ടോ? ഐ കാൺ സീ ഹിം. ദെൻ ശ്രീജ ടീച്ചർ ഉണ്ടായിരുന്നു. ദർ ആർ മെനി ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്. അവരുടെ സബ്ജക്റ്റിൽ ഭയങ്കര പ്രഗത്ഭരാണ്. ഓക്കെ, അതില് അവര് പറയുന്നതിനപ്പുറം മറ്റൊരാൾ നമ്മൾ ട്രെയിൻ ചെയ്യാനില്ല. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സും നമുക്കുണ്ട്. അതെല്ലാം ദൈവാധീനം കൊണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോളൂ കേട്ടോ. ഞാൻ കേസ് ഒക്കെ എനിക്ക് ശരിക്കും ടീച്ചേഴ്സ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ മാം, എന്റെ പേര് സാബുന്ന. മാം, ഞാൻ ചെറിയൊരു സംശയം ചോദിക്കാനാണ്. ഇതിപ്പോ നമ്മുടെ സിലബസ് വന്നിട്ട് ഭയങ്കര ഒരു വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. മാം നേരത്തെ പറഞ്ഞു കുറച്ച് സമയത്തിനുള്ള മാം പഠിച്ച് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞു. വളരെ സന്തോഷം കേട്ടതിൽ. പക്ഷെ നമുക്കിപ്പോ ഓൾമോസ്റ്റ് എനിക്കൊരു 90 ദിവസമോ അങ്ങനെയാണെന്ന് തോന്നുന്നുള്ളത്. പക്ഷേ നമുക്ക് എന്നാലും സിലബസ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വൈഡ് ആയിട്ടാണ് തോന്നുന്നത്. മീൻസ് നമുക്ക് ആ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യത്തില്. അപ്പൊ ഒരു സംശയം, നമുക്ക് ഏത് ഏരിയയിൽ കൂടുതൽ ഫോക്കസ് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും എന്തെങ്കിലും അഭിപ്രായം മാമിനുണ്ടോ? മീൻസ് സിലബസ് വൈസ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കോൺസെൻട്രേറ്റിന്റെ ഏരിയ എന്തെങ്കിലും മാമിന് പറയാൻ കഴിയുമോ? കുറച്ചുകൂടെ അധിക സമയം നമുക്ക് അതിൽ ചെലവാക്കുവാണെങ്കിൽ. ഓക്കെ സർ, അതിൽ രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ എപ്പോഴും മെയിൻസിനും കൂടെ ചേർത്തിട്ടാണ് പഠിക്കുന്നത്. സോ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സയൻസ്, ജോഗ്രഫി, കേരള ഇക്കോണമി, മീൻസ് എവറിത്തിങ് അബൌട്ട് കേരള, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും മെയിൻസിന് നമുക്ക് ആ ഒരു 5 പേപ്പറാണെന്നല്ലോ ഓർമ്മ. സോ നമ്മൾ അത് എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെന്തായാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഇന്റൻസീവ് ആയിട്ട് തന്നെ അത് പഠിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഇപ്പൊ നമുക്ക് മാത്സിന് നമ്മൾ വീക്കാണെന്ന് ഇതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ കാണും, അതിലൊരു 1 or 2 മാർക്ക്, അല്ലെങ്കിൽ മാത്സ് നമുക്ക് അറിയില്ല, 100 എണ്ണത്തിന് 90 എണ്ണം നമുക്ക് ആൻസർ ചെയ്യണം എങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി, ഓരോരുത്തരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും നോക്കിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി റെഡിയാക്കുന്നത്. നമ്മുടെ പേഴ്സണൽ കാര്യമാണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മെയിൻ്റെ സബ്ജക്ട്സ് ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഗിവ് ദം ദാറ്റ് ഇമ്പോർട്ടൻസ്. പിന്നെ അല്ലാതെ ഉള്ള പ്രിലിംസിന്റെ സിലബസ് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സസ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും, ഗോ ഫോർ എ ഓറിയന്റേഷൻ ക്ലാസ്. ഒരു ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മെറ്റീരിയൽസും ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നമുക്ക് മാർക്ക് ഫോർവേഡ് ആയിട്ട് വരും. ഓക്കെ മാം, താങ്ക് യു. ഷെബി ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. ഐ തിങ്ക് സ്ട്രീം 3 അപ്ലൈ ചെയ്യാൻ പറ്റുമോന്ന്. ബോബൻ സർ, ഞാൻ ചെയ്തപ്പോ സ്ട്രീം 3 ചെയ്തത്. ഐ തിങ്ക് ഇവിടെ സ്ട്രീം 3 ഹയർ സെക്കൻഡറി സീനിയർ ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റണമല്ലോ അല്ലെ? ആ ഒരു ക്ലോസ് ഉണ്ടല്ലോ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ്. അതുണ്ട്, നമ്മുടെ അത് അങ്ങനെ വന്നേക്കുന്നത്. സ്ട്രീം 3 അതിനകത്തൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം എന്റെ അടുത്ത് 1-2 പേര് അന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ജയപ്രദീപ് സാറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യിക്കണം, സാറൊക്കെയാണ് അന്ന് കേസിന് പോയത്. അപ്പൊ ജഡ്ജ്മെന്റിൽ അങ്ങനെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേക ഒരു ജഡ്ജ്മെന്റിന്റെ പുറത്താണ് നമ്മളൊക്കെ പരീക്ഷ എഴുതിയത്. ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല്, ഞാൻ ഹയർ സെക്കൻഡറി ജൂനിയറിന് പ്രൊമോഷൻ ആയിട്ട് സീനിയർ ആയ ആളാണ്. അപ്പൊ എന്റെ സീനിയർ പോസ്റ്റിൽ എന്റെ പ്രൊബേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് സ്ട്രീം 3 ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റി, PS അപ്ലൈ എലിജിബിൾ ആണെന്നുള്ള രീതിയിൽ കാണിച്ചു. ജൂനിയറിൽ പ്രൊബേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ട്രീം 3 അത് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ? പറ്റി എനിക്ക്, പക്ഷെ അത് പ്രശ്നമില്ലല്ലോ ടീച്ചർ. അത് പ്രൊബേഷൻ മാഡം
ഏതെങ്കിലും ഒരു സർവീസിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കണം ആ എന്നാണ്. ജൂനിയറിൽ പ്രൊബേഷൻ ഡിക്ലെയർ ആയിട്ടുണ്ട്. അത് സർവീസ് സർട്ടിഫിക്കറ്റ് എടുത്തപ്പോ ഉണ്ട്. അത് എന്നിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സീനിയർ ആയത്. അപ്പൊ സീനിയർ ആയത് ഇപ്പൊ ഈ ഡിസംബറിലെ പ്രൊമോഷൻ നടന്നപ്പോഴാണ്. അപ്പൊ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണേലും അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു സർവീസിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മതിയോ ബോസ് സാർ? അത് കുറച്ച് ക്ലാരിറ്റി ചെയ്യണം, കാരണം സെക്രട്ടേറിയറ്റിൽ അങ്ങനെ അല്ലാതെ അനുഭവമുള്ളവരുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് ഈ വർഷം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർവീസിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്ട്രീം 3 അപ്ലൈ ചെയ്യാം. അല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ അപ്പൊ തന്നെ റിജക്ട് ചെയ്യണം. അല്ല മാഡം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോഴും ഞാൻ എന്റെ സർവീസ് സീനിയർ സർവീസിന് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു മാം. കാരണം ഒരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ ഹയർ സെക്കൻഡറി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നത്, പക്ഷെ ആരെയാണെന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടതിലൊരു സന്തോഷം. ടീച്ചർ ഏത് സ്കൂളിൽ നിന്നാണ്? ഞാനിപ്പോ കണ്ണൂരാണ്. കണ്ണൂര് മാർട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ടീച്ചറാണ്. നേരത്തെ ഞാൻ സർവീസിൽ 2019 കയറിയ ആളാണ്. അന്ന് പക്ഷെ ജൂനിയറിൽ പ്രൊബേഷൻ ഒന്നും ആയിട്ടുണ്ടായില്ല. ജൂനിയറിൽ 2019 കയറിയത്. അപ്പൊ പ്രൊബേഷൻ ഒന്നും ആയിരുന്നല്ലോ. അപ്പം നോക്കി ഞങ്ങളുടെ അവിടുന്ന് ഞാൻ പിന്നെ കുന്നംകുളത്ത് വന്നപ്പോ അവിടുത്തെ ടീച്ചർ പ്രിലിംസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. മെയിനും ഒക്കെ അപ്പിയർ ചെയ്താണ്. നല്ല സന്തോഷമുണ്ട്. ഞാൻ തളിപ്പറമ്പ് DU ആയിരുന്നു ഒരു വർഷം. ഓക്കെ. ഞാൻ ഇപ്പഴാ കണ്ണൂർക്ക് പോയത്. ഇപ്പോഴാണ് ഈ ഡിസംബറിൽ പ്രൊമോഷൻ ആയപ്പോഴാ പോയത്. ടീച്ചർ, ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് പ്രൊബേഷനൊക്കെ ആയതാണ്. പിന്നീട് ഹയർ സെക്കൻഡറിയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അത് രണ്ടും വേറെ വേറെ ലിസ്റ്റായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ജൂനിയറിൽ പ്രൊബേഷനായി പിന്നെ സീനിയറിലായില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കേസ് പോലെ തന്നെ നിൽക്കുന്ന ആളാണ് ഞാൻ. മുന്നത്തെ സർവീസിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ആയതാണ്. അതിന് ശേഷമാണ് ഹയർ സെക്കൻഡറിയിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ പ്രൊബേഷൻ ആയിട്ടില്ല, അതിനുള്ള ഒരു ടൈം ആയിട്ടില്ല, 1.5 വർഷം ആയിട്ടേ ഉള്ളൂ. അതിൽ കേസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അതിൽ സ്ട്രീം 2 അപ്ലൈ ചെയ്യാലോ. 2 പുതിയ ലിസ്റ്റായിട്ട് തന്നെ മാറി വന്നതാണല്ലോ. റിസൈൻ ചെയ്തിട്ടാണോ വന്നേ? അല്ലല്ലോ, റിസൈൻ ചെയ്യാന്നല്ല, റിലീവ് ചെയ്യാന്നുള്ളതാണ് അവിടെ. നമ്മൾ റിലീവ് ചെയ്യുമ്പോൾ സ്റ്റിൽ ഇൻ സർവീസ് എന്നായിട്ടാണ് കണക്കാക്കുന്നത്. എങ്ങനെയാ മനസ്സിലായില്ല? നമ്മള് റിലീവ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നമ്മൾ റിസൈൻ ചെയ്തില്ലല്ലോ. റിലീവ് ചെയ്ത് പിന്നെ ജോയിൻ ചെയ്യാണ്. അപ്പൊ അവിടെ റിസൈൻ ചെയ്യാന്നുള്ളത് അങ്ങനെ പറയുന്നില്ല എന്ന് തോന്നുന്നു. അതെ, അപ്പം അതൊന്ന് PSC വിളിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യണം. കാരണം നമ്മൾ ഇങ്ങനത്തെയുള്ള എക്സാംസിന് ഒരിക്കലും ഇപ്പൊ എന്തെങ്കിലും ഇതേപോലെ ഒരു ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം വരുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ എക്സാംസിന് നമ്മൾ PSC വിളിച്ചോ അല്ലെങ്കിൽ PSC നിങ്ങൾ തൊട്ടടുത്തുള്ള PSC പോയിട്ട് തന്നെ ആ ക്ലാരിഫിക്കേഷൻ ചെയ്തിരിക്കണം. ബിക്കോസ് നമ്മൾ വെരിഫിക്കേഷൻ വരുമ്പോൾ നമ്മളത് ക്ലാരിഫിക്കേഷന് പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. PSC വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയി വിളിക്കുന്ന എൻക്വയറി നമ്പർ അല്ലേ ഉള്ളൂ? അതെ, അതിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇനി ഒരു സംശയം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 70 days ആണുള്ളത് പരീക്ഷയ്ക്ക്. ജൂൺ 14 എക്സാം. അപ്പോ അതിനകത്ത് ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ, മാഡം പറഞ്ഞതുപോലെ 2 ആഴ്ചക്കുള്ളിലാണ് മാഡം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് ഒക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ത്യൻ പോളിറ്റി, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം പോവാൻ പരീക്ഷയ്ക്ക്? ഞാൻ അത് പറയാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ് അത്. ഇപ്പം ലക്ഷ്മികാന്തിന്റെ ബുക്ക് IAS എക്സാംസിന്, സിവിൽ സർവീസിന്, അതേപോലുള്ള എക്സാംസിന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ അത് മൊത്തം വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. മെയിൻസിനും പ്രിലിംസിനും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്റർവ്യൂവിന് നമുക്ക് നല്ല അതോറിറ്റേറ്റീവ് ആയിട്ട് തന്നെ ആൻസേഴ്സ് കൊടുക്കാനും പറ്റും.
അപ്പൊ അങ്ങനെ 70 days ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നത് നമ്മളൊരു ഷെഡ്യൂൾ വെച്ചിട്ട് ഒരു ടൈം ലൈൻ വെച്ചിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. 70 ദിവസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലോങ് പീരീഡ്. ശരിക്കും പ്രിലിംസിനും വരുന്ന മെയിൻസിനും കൂടി ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ ബുക്സ് നമ്മൾ റെഫർ ചെയ്ത് പിന്നെ എന്ത് പഠിക്കുന്നെങ്കിലും പ്ലീസ് മേക്ക് എ പേഴ്സണൽ ഹാൻഡ് റിട്ടൺ കോപ്പി ഓഫ് ദാറ്റ്. യെസ് മാം, യെസ് മാം, ഇന്ത്യൻ ഇക്കോണമിക്ക് ഏത് ബുക്കാണ് പ്രിപ്പയർ ചെയ്തിരുന്നത് മാം? ഞാനൊരു എക്കണോമിക്സ് ടീച്ചറാണ്. ഞാനൊരു എക്കണോമിക്സ് ടീച്ചറാണ്, പക്ഷെ എനിക്ക് ഒരു കൺഫ്യൂഷനാണ്. കുറെ ബുക്കുകൾ ഉള്ളതുകൊണ്ട് ഏത് ബുക്കാണ് ഇപ്പൊ നമുക്ക് ഒതന്റീവ് ആയിട്ട് കൺഫ്യൂഷൻ ആവാണ്. എക്കണോമിക്സിന് ഞാൻ ഒരു ബുക്കും പഠിച്ചില്ല എക്സെപ്റ്റ് +1 +2 ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് അയച്ചു. ബിക്കോസ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അത് തന്നെ ഒരു വൈഡ് സിലബസ് ആണ്. പിന്നെ അതിന് ഇന്ത്യൻ ഇക്കോണമിയും കേരള ഇക്കോണമി അറ്റാച്ച് ചെയ്ത് നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. കേരളയുടെ പെർസ്പെക്റ്റീവ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് കേരള വന്നെങ്കിലും അത്രയും ഡീപ്പായിട്ട് ചോദിച്ചില്ല. ദോ ദർ സം കൾച്ചറൽ ക്വസ്റ്റ്യൻസ് വേർ ദർ ഓൺ അനാലിസിസ് മോഡ്. പക്ഷെ ഈ പ്രാവശ്യം നാച്ചുറലി കേരള IKS എന്ന് കേൾക്കുമ്പോൾ കുറച്ച് കേരള പെർസ്പെക്റ്റീവിൽ വരാൻ കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് നോക്കുന്നത് നന്നായിരിക്കും എല്ലാവരും. യെസ് മാം, യെസ് മാം, താങ്ക് യു മാം. മാഡം ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. പിന്നെ രാവിലെ, അതായത് ഓഫീസ് സമയത്തിന് മുൻപ് ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. HSSTയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആദ്യത്തെ KS ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ക്ലാസ് ആണ്. നമ്മൾ പരീക്ഷ കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്തതാണ്. HSST ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മാഡത്തിന്റെ ചില സജഷൻസ് കൂടെ ആവശ്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എപ്പോഴും എനിക്കറിയാം നമ്മൾ എക്കണോമിക്സുകാരായതുകൊണ്ട് എപ്പോഴും കോണ്ടാക്ട് ഉള്ളവരാണ്. എങ്കിലും സംഘടനയുടെ പേരിൽ ഒരുപാട് സ്നേഹവും അഭിമാനവും എല്ലാം ഉണ്ട്. എല്ലാം പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ മാഡത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മോഹൻ സാർ, ഒരു കാര്യം കൂടെ, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാതെ തന്നെയും പങ്കെടുക്കാൻ സാധിക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിക്കണം, മീൻസ് ഏതെങ്കിലും കാര്യങ്ങൾ അവർക്ക് അതിന്റെ ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നുന്നെങ്കിൽ ഓൾവേസ് വെൽക്കം. സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എത്രത്തോളം ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് നമ്മുടെ KIS വരുന്ന അത്രയും സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാലും മതി. എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് ദ ആസ് ഫാർ ആസ് ഐ നോ ഐ വിൽ ഗിവ് ദ ആൻസർ. താങ്ക് യു സർ. മാഡം ഓക്കെ, യെസ് സർ. നമ്മുടെ സംഘടനയുടെ സെക്രട്ടറിയാണ് ഡാനിഷ് സാറ്, ജോയിന്റ് സെക്രട്ടറിയാണ്. ഓക്കെ, അനിത മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യാത്രയിലായതുകൊണ്ടാണ് ചെറിയ ഡിസ്റ്റർബൻസ് വന്നത്. പിന്നെ ബോബൻ സാറ് പറഞ്ഞതുപോലെ തന്നെ മാഡത്തിന്റെ വളരെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്ക് വേണ്ടി വിനിയോഗിച്ചതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. മാഡം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് സ്ട്രെസ് ചെയ്യുന്നത്. കാരണം കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന KS പരീക്ഷ എഴുതിയത് എന്ന് പറഞ്ഞത് സംഘടനയ്ക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട്, നമ്മുടെ മേഖലയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ട് കാണുകയാണ്. കാരണം അത്രയധികം നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു അവസരം വാങ്ങിച്ചെടുത്തത് നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും തുടർന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള സ്നേഹാശംസകൾ കൂടി സംഘടന അറിയിക്കുകയാണ്. ഈ ഒരു സമയം ചെലവഴിച്ചതിനുള്ള പ്രത്യേക നന്ദി കൂടി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. മോഹൻ സർ, ഞാൻ ഇനിയിപ്പോ ലെഫ്റ്റ് ആകാമല്ലോ അല്ലേ? ഹലോ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു സർ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ഘട്ടം നമ്മളൊരു കുറച്ച് ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
കൂടാതെ നമ്മൾ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ജയപ്രദീപ്, ഇന്നിപ്പോ ടീച്ചർ പറഞ്ഞ ജയപ്രദീപ് സാർ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഈ കഴിഞ്ഞ തവണ എഡ്യൂസോണുമായിട്ട് നമ്മളൊരു ടൈപ്പ് വെച്ചിരുന്നു. അപ്പൊ അവരൊരു ചെറിയ നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ടോട് കൂടിയാണ് നമ്മുടെ അധ്യാപകർക്ക് പഠിക്കാനുള്ള അവസരം നൽകിയത്. അപ്പൊ ഇത്തവണ അവരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് ജയപ്രദീപ് സാറോ മറ്റധ്യാപകരോ ഡാനിഷ് സാറോ ഉള്ളവര് പറയും. അവരുടെ കോഴ്സ് ആൾറെഡി ഒരു വർഷമായിട്ട് അവരൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ക്ലാസ്, കൂടാതെ നമ്മുടെ തന്നെ അധ്യാപകരെ വെച്ചുകൊണ്ട് പല ക്ലാസ്സുകൾ. പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ തവണ എഴുതിയവർ ഉണ്ട്. കൂടാതെ സബ്ജക്റ്റുകൾ, പ്രത്യേകിച്ച് ജോഗ്രഫി ഞാൻ എക്കണോമിക്സ് ആണ്, പക്ഷെ എനിക്ക് ജോഗ്രഫി ഒരു ടഫ് ഏരിയ ആണ്. അല്ലെങ്കിൽ ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും, സയൻസ് സബ്ജക്റ്റുകാർക്ക് ഹിസ്റ്ററി ആയിരിക്കാം ബുദ്ധിമുട്ട്, എക്കണോമിക്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട്. അവരുടെ സേവനവും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, ആശംസകൾ.